Good afternoon, all. So, previous class we discussed about Robert Frost, his personal life and his career, and we discussed about Roadside Stand and its early title Euthanasia. Euthanasia means mercy killing, and this poem is originally appeared in Atlantic Monthly, then later included in the collection of Further Range. And it's subtitled by On Being Put Out of Our Mystery. On Being Put Out of Our Mystery. So euthanasia is actually a suitable title for this poem. Then the poem is a critique of modernization and the stand, a roadside stand. Here the stand means stall. The stall they placed in the edge of the roadside. സോ ഇവിടെ ഈ സ്റ്റാൻഡ് എന്നുള്ളത് സിംബലൈസ് ചെയ്തിരിക്കുന്നത് ദ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ആൻഡ് ദ ഡിമിനിഷിങ് ഓർ ദ പെയിൻഫുൾ സിംബൽ ഓഫ് ദെയർ പാസ്റ്റ്. Then let's move on to the poem, A Roadside Stand. The little old house was out with a little new shed. In front, at the edge of the road, where the traffic sped. A roadside stand that too pathetically bled. It would not be fair to save for a dole of bread, but for some of the money, the cash whose flow supports the flower of cities from sinking and withering faint. So the first line says that the little old house. Here the little old house means the house of villagers in the villages. വില്ലേജേഴ്സിലുണ്ടായിരുന്ന വില്ലേജേഴ്സിൻ്റെ വീട് അല്ലെങ്കിൽ വില്ലേജേഴ്സ് ഓഫ് ഫാമേഴ്സ് ആ ഒരു വീടിനെയാണ് ഇവിടെ ലിറ്റിൽ ഓൾഡ് ഹൗസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഔട്ട് വിത്ത് എ ലിറ്റിൽ ന്യൂ ഷെഡ്. പറയുന്നത് ആ ഒരു ഹൗസ്, ഓൾഡ് ഹൗസ് എന്തായി മാറി? ലിറ്റിൽ ന്യൂ ഷെഡ്, അതായത് ഓരോ സ്റ്റോളുകളായിട്ട് മാറി. ഇനി ആ സ്റ്റോളുകൾ എവിടെയാണുള്ളത്? ഇൻ ഫ്രണ്ട് അറ്റ് ദി എഡ്ജ് ഓഫ് ദി റോഡ് വേർ ദി ട്രാഫിക് സ്പെഡ്. പറയുന്നത് റോഡിൻ്റെ അരികത്താണ്, എഡ്ജ് അതായത് റോഡിൻ്റെ വശങ്ങളിലായിട്ടാണ്, തെറ്റത്താണുള്ളത്. ട്രാഫിക് സ്പെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ പോകുന്ന ആ ഒരു റോഡിൻ്റെ അരിക്കായിട്ടാണ് ഈ ഷെഡ് ഉള്ളത്. അപ്പോൾ എന്താണ് അവിടെ മീൻ ചെയ്യുന്നത്? എന്താണ്? ഹൈവേസ്, അതായത് ഹൈവേ, സിറ്റിയിൽ നിന്ന് മാറി ഹൈവേയിലാണ് ഈ ഷെഡുകൾ ഉള്ളത്. ഇറ്റ് വുഡ് നോട്ട് ബി fair to say for a dole of bread, but for some of the money, the cash whose flow supports the flower of cities from sinking and withering faint. അപ്പോൾ പറയാണ് ഈ ഒരു ക്യാഷിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഷെഡ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫെയർലി സേ, അതായത് നമ്മൾ പറയാണ് ഡോൾ ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കാം. അപ്പോൾ പറയുകയാണ് ഈ ഷെഡുകളുള്ളത് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കാൻ വേണ്ടിയിട്ടല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മണി, ദ സിറ്റി ക്യാഷ്, സിറ്റിയിലുള്ള പൈസ, അല്ലെങ്കിൽ അവർക്ക് ആ ലക്ഷറിയസ് ലൈഫ്, അതിന് വേണ്ടിയിട്ട് പൈസ വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡ് ഉള്ളത്. ഫോർ സം ഓഫ് ദി മണി, അവർ യാചകരെ പോലെ അല്ലെങ്കിൽ ബെഗേഴ്സിനെ പോലെ എന്ത് ചെയ്യുന്നില്ല, ഫുഡിന് വേണ്ടി യാചിക്കുന്നില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവരെന്ത് ചെയ്യുന്നു? ദേ പുട്ട് എ സ്റ്റോൾ ആൻഡ് സെൽ ദ ഐറ്റം. അവർ ഒരു സ്റ്റോൾ ഉണ്ടാക്കി അവരുടെ ഐറ്റം വിറ്റിട്ട് മാന്യമായിട്ട് പൈസ ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത്. സോ ഫോർ സം ഓഫ് ദി മണി, ദ ക്യാഷ് ഹൂസ് ഫ്ലോ സപ്പോർട്ട്സ് ദ ഫ്ലവേഴ്സ് ഓഫ് സിറ്റീസ് ഫ്രം സിങ്കിങ് ആൻഡ് വിതറിങ് ഫെയിൻറ്റ്. ഇവിടെ ഫ്ലവേഴ്സ് ഓഫ് സിറ്റീസ് എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ഓഫ് സിറ്റീസ്, ദാറ്റ് മീൻസ് സിറ്റി പീപ്പിൾ, സിറ്റിയിലുള്ള ആളുകൾ തന്നെയാണ് ഫ്ലവേഴ്സ് ഓഫ് സിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ പറയാണ് ഈ ഫ്ലവേഴ്സ് ഓഫ് സിറ്റീസ്, അതായത് ഈ സിറ്റി പീപ്പിൾ അവർ തരുന്ന ആ ഒരു ക്യാഷിന് വേണ്ടിയിട്ടാണ് ഇവരിവിടെ സ്റ്റോളൊക്കെ ഇട്ടിട്ട് വിൽക്കുന്നത്. അപ്പോൾ അത് വിറ്റ് കിട്ടിയ പൈസ കൊണ്ട് വേണം ഇവർക്ക് ജീവിക്കാനായിട്ട്. The polished traffic passed with a mind ahead, or if ever aside a moment, then out of sorts at having the landscape mired with the artless of signs that with N turned wrong and S turned wrong, offer for sale wild berries in wooden courts, or crook-necked golden squash with silver warts, or beauty rust in a beautiful mountain scene. You have the money, but if you want to be mean,
Why keep your money this closely and go along? സോ ഇവിടെ പറയാണ് ദ പോളിഷ്ഡ് ട്രാഫിക് ഇറ്റ്സ് എ ഫിഗർ ഓഫ് സ്പീച്ച് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. പോളിഷ്ഡ് ട്രാഫിക് എന്നുള്ളത് ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ്, ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റാണ് അത്. അപ്പോൾ വാട്ട് ഈസ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്? That means it's a figure of speech in which the modifier is shifted from the animate to the inanimate. അതായത് അനിമേറ്റ് ടു ഇന്നാനിമേറ്റ്, ജീവനില്ലാത്ത ഒരു വസ്തുവിനെ കൊണ്ട് ജീവനുള്ള ഒരു വസ്തുവിനെ സിംബലൈസ് ചെയ്യിക്കുന്നു. ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്ലീപ്ലെസ് നൈറ്റ്സ്, ഉറക്കമില്ലാത്ത രാത്രികൾ. ഇറ്റ് ഈസ് നോട്ട് ദ നൈറ്റ്സ് ദാറ്റ് ആർ സ്ലീപ്ലെസ് ബട്ട് ദ പേഴ്സൺ. അപ്പോൾ അവിടെ പറയുന്നത് സ്ലീപ്ലെസ് നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്ത രാത്രികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നു എന്നല്ല, പകരം എന്താണ്, ഒരാൾ, എ പേഴ്സണാണ് എന്ത് ചെയ്യുന്നത്, വിത്തൗട്ട് സ്ലീപ്പ് അവിടെ ഇരിക്കുന്നത്, ഉറങ്ങാതെ ഇരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഒരു ജീവനില്ലാത്ത വസ്തുവിനെ കൊണ്ട് ജീവനുള്ള വസ്തുവിനെ ഉപയോഗിക്കുന്നു. സോ ഹിയർ എന്താണ്, പോളിഷ്ഡ് ട്രാഫിക് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇറ്റ്സ് റെഫേഴ്സ് ടു ദ സോഫിസ്റ്റിക്കേറ്റഡ് സ്നോബിഷ് പീപ്പിൾ ഹു ട്രാവൽ ഇൻ കാർസ് ടിപ്പിക്കലി ഓഫ് മോഡേണൈസേഷൻ. അപ്പോൾ പോളിഷ്ഡ് ട്രാഫിക് എന്നോട് ഉദ്ദേശിക്കുന്നത് ആ വണ്ടികളല്ല പോളിഷ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ട്രാഫിക് അല്ല പോളിഷ്ഡ് ആയിട്ടുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്, സിറ്റി പീപ്പിൾ, അതിലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് സ്നോബിഷ് പീപ്പിളിനെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പറയാണ് പോളിഷ്ഡ് ട്രാഫിക്, ദാറ്റ് മീൻസ് ദ സിറ്റി പീപ്പിൾ പാസ്ഡ് വിത്ത് ദ മൈൻഡ് എഹെഡ് or if ever aside a moment then out of sort at having landscape mired with the artless of science that with and turned wrong as turned wrong. അപ്പോൾ പറയാണ് ട്രാഫിക്, ഈ പോളിഷ് ട്രാഫിക്, ദാറ്റ് മീൻസ് ദ സിറ്റി പീപ്പിൾ ദേ നെവർ മൈൻഡ് ദിസ് സ്റ്റോൾസ്. അവരെന്ത് ചെയ്യുന്നു, ഈ സ്റ്റോളുകളെന്നെ നോക്കുന്നില്ല, ഈ ഷെഡുകളെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, അവർ ജസ്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങാനും വണ്ടി നിർത്തുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഒന്നെങ്കിൽ പറയുക ഈ സ്റ്റോള് കാരണം അവർക്ക് അപ്പുറത്തുള്ള സീനറി, ആ വിഷൻ കാണാൻ പറ്റുന്നില്ല, അവിടെ മൗണ്ടെയിനും ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉണ്ട്, അതൊന്നും കാണാൻ പറ്റുന്നില്ല എന്നായിരിക്കും. ഓർ അവർ ഡിറക്ഷൻസ് നോക്കിയിട്ടായിരിക്കും. ആൻഡ് ടേൺ റോങ്, എസ് ടേൺ റോങ് എന്നുള്ള ബോർഡ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ചില സമയത്ത് ആ ബോർഡ് അവർ ശ്രദ്ധയിൽ പെട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, വണ്ടി നിർത്തിയിട്ട് അത് എൻക്വയർ ചെയ്യും. ദെൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വഴി ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നിർത്താറ്. ദെൻ ഓഫേർഡ് ഫോർ സെയിൽ. അപ്പോൾ ഇവിടെ നമ്മുടെ പാവപ്പെട്ട ഈ വില്ലേജേഴ്സ് സെയിലിൽ വെച്ച സാധനങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈൽഡ് ബെറീസ് ഇൻ വുഡൻ കാർട്ട്സ്. വൈൽഡ് ബെറീസ്, കാട്ടുപഴങ്ങൾ, അതൊരു വുഡൻ കാർട്ട്സിൽ, ഐ തിങ്ക് ഇറ്റ്സ് ഞാവൽപ്പഴത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. വൈൽഡ് ബെറീസ് ഒരു വുഡൻ കാർട്ട്സിൽ, അതായത് ഒരു മരത്തിൻ്റെ പെട്ടി, നമ്മുടെ തക്കാളിപ്പെട്ടിയൊക്കെ പോലെയുള്ള ഒരു പെട്ടിയിൽ വൈൽഡ് ബെറീസ് വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെന്താണുള്ളത്, ക്രൂക്ക് നെക്ട് ഗോൾഡൻ സ്ക്വാഷ് വിത്ത് സിൽവർ വാട്ട്സ്. അതായത് ഗോൾഡൻ സ്ക്വാഷ്, അതായത് ഏതോ ഒരു പഴത്തിൻ്റെ ചാറ്, ഗോൾഡൻ ആയതുകൊണ്ട് ഫാഷൻ ഫ്രൂട്ട് ആവാം, ഓർ പാഷൻ ഫ്രൂട്ട് ഓർ മാംഗോസ്, ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, ഒരു ഗോൾഡൻ സ്ക്വാഷ്, അതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുപ്പിയുടെ എങ്ങനെയാണ് ക്രൂക്ക് നെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുപ്പിയുടെ മൂടിയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒന്ന് വളഞ്ഞ പോലെ ഒരു, ഇപ്പോൾ നമുക്കറിയാം ഈ ബിയർ ബോട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിന് നെക്ക് ക്രൂക്ക് നെക്ട് ആയിരിക്കും, വളഞ്ഞ പോലെ ആയിരിക്കും. സോ ക്രൂക്ക് നെക്ട് ആയിട്ടുള്ള കുപ്പികളിലാണ് ഈ സ്ക്വാഷ് വെച്ചിരിക്കുന്നത്. സോ അതിനെ അലങ്കരിക്കാൻ എന്താണ്, സിൽവർ വാട്ട്സ്, അതായത് സിൽവറിൻ്റെ പേപ്പർ കൊണ്ട് അതിൻ്റെ ആ നെക്ക് ഭാഗം, അതായത് ആ മൂടിയുടെ ഭാഗം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഭംഗിക്കൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവർ വിൽക്കാനായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അവർ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക അല്ലെങ്കിൽ വില ചോദിച്ച് പോവുക മാത്രമേ ചെയ്യുള്ളൂ, ആരും ഇത് വാങ്ങിക്കുന്നൊന്നുമില്ല. Then, oh beauty rest in the beautiful mountain scene. You have the money, but if you want to be mean, why keep your money this closely and go along? അപ്പോൾ ഫാമേഴ്സ് ചോദിക്കാണ്ട് നിങ്ങൾ എന്താണ് ഞങ്ങളിങ്ങനെ സാധനം വാങ്ങിക്കാണ്ട് സീനറി കണ്ടുപോകുന്നു അല്ലെങ്കിൽ ഡയറക്ഷൻസ് ചോദിച്ചു പോകുന്നു, നിങ്ങളിൽ ക്യാഷ് ഉണ്ട്, സോ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ക്യാഷ് ഞങ്ങൾക്ക് തരാത്തത് മീൻസ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാത്തത്, നിങ്ങൾ എന്താണ് ഇത്രയും ക്രൂവലായിട്ട് ഇരിക്കുന്നത്.
The hurt to the scenery wouldn't be my complaint so much as a trusting sorrow of what is unsaid. ഇവിടെ ട്രസ്റ്റിംഗ് സോറോ ഇറ്റ്സ് എ മെറ്റഫർ. ട്രസ്റ്റിംഗ് സോറോ എന്നോട് ഉദ്ദേശിക്കുന്നത് ഫാമേഴ്സ് എന്ത് ചെയ്തു, ദ ട്രസ്റ്റ് ദ സിറ്റി പീപ്പിൾ ആൻഡ് അവരെന്നെ ചതിച്ചു കൊടുത്തതാണ് ഫാമേഴ്സിനെ. ആരാണ് ചോദിച്ചത്? ഗ്രീഡി കുഡൂവേഴ്സ് മീൻസ് ക്യാപിറ്റലിസ്റ്റ് പീപ്പിൾ, റിയൽ എസ്റ്റേറ്റ് മാഫിയ, ദെൻ പൊളിറ്റീഷ്യൻസ്. ഇവർ 3 പേരും ചേർന്നിട്ടാണ് വില്ലേജിൽ ഇരുന്ന് നിങ്ങൾക്ക് സിറ്റി ലൈഫ്, നല്ല ലക്ഷറീസ് ലൈഫൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ലാൻഡൊക്കെ വിറ്റിട്ട് അവരെ സിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സിറ്റിയിൽ കൊണ്ടുവന്നിട്ടപ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സോ ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു സ്റ്റോളൊക്കെ ഇട്ട് ഉപജീവനമാർഗം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തുന്നു. സോ അതാണ് ഇവിടെ പറയുന്നത്. സോ ഈ സിറ്റി പീപ്പിൾ അവരെന്ത് ചെയ്യുന്നു, ഭയങ്കര ക്രൂവലാണ്. അപ്പോൾ ഇവർ സിറ്റി പീപ്പിളിനെ എന്ത് ചെയ്തു, വിശ്വസിച്ചു. ദാറ്റ് മീൻസ് വില്ലേജേഴ്സ് സിറ്റി പീപ്പിളിനെ വിശ്വസിച്ചു. ഒരു സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കാമെന്നൊക്കെ വിശ്വസിച്ചു. പക്ഷേ സംഭവിച്ചത് എന്താണ്, സിറ്റി പീപ്പിൾ ഇവരിൽ നിന്നും വാങ്ങിക്കുന്നില്ല, ഇവരെ ചതിച്ചു. അപ്പം അതാണ് ട്രസ്റ്റിംഗ് സോറോ എന്ന് പറയുന്നത്. ഇവരെ വിശ്വസിച്ചു പോയി, ഇത് ചതിച്ചു. സോ അതാണ് ട്രസ്റ്റിംഗ് സോറോ ഓഫ് വാട്ട് ഈസ് അൺസെഡ് എന്ന് പറയുന്നത്. ഹിയർ ഫാർ ഫ്രം ദ സിറ്റി വി മേക്ക് അവർ റോഡ് സൈഡ് സ്റ്റാൻഡ് ആൻഡ് ആസ്ക് ഫോർ സം സിറ്റി മണി ടു ഫീൽ ഇൻ ഹാൻഡ്. അപ്പോൾ ഇവിടെ പറയാണ്, നമ്മുടെ വില്ലേജേഴ്സ് പറയാണ്, ഞങ്ങൾ സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ സ്റ്റോള് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോള് ഇട്ടിട്ട് സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഇടാനുള്ള കാരണം എന്താണ്, ഈ ബിൽഡിങ്സിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോയി ഈ സ്റ്റോൾ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആരും തന്നെ വാങ്ങിക്കില്ല. അപ്പോൾ ഇവർ ഒരു സീനറി ഒക്കെയുള്ള ഒരു സ്ഥലത്ത്, അപ്പോൾ അവരത് കാണാൻ വേണ്ടി നിർത്തുമ്പോഴെങ്കിലും വാങ്ങിക്കുമല്ലോ എന്നുള്ളൊരു ഉദാഹരണമാണ്. സിറ്റിയിൽ നിന്നൊക്കെ, ആ തിരക്കിൽ നിന്നൊക്കെ മാറി ഹൈവേ സൈഡിലാണ് ഈ സ്റ്റോൾ ഇട്ടേക്കുന്നതാണ്. ഫാർ ഫ്രം ദി സിറ്റി വി മേക്ക് അവർ റോഡ് സൈഡ് സ്റ്റാൻഡ് and ask for some city money to fill in hand. ഈ സ്റ്റോണ്ട് ഇട്ടത് സിറ്റി മണി, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, കയ്യിൽ കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. To try if it will not make our being expand and give us the life of the moving pictures promise that the party in power is said to be keeping from us. പറയാണ്, ഞങ്ങളുടെ പൊളിറ്റീഷ്യൻസ് ഞങ്ങളെ പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങൾ സിറ്റിയിലേക്ക് പൊക്കോളൂ, ലൈഫ് അവിടെ സ്മൂത്തായിരിക്കും, നിങ്ങൾക്ക് മൂവിങ് പിക്ചേഴ്സ്, ദാറ്റ് മീൻസ് ഹോളിവുഡ് ഫിലിംസ് ഓർ ലക്ഷൂറിയസ് ലൈഫ് ഇൻ ദ ഫിലിംസ്, അതൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വില്ലേജേഴ്സിനെ, പാവങ്ങളെ സിറ്റിയിലോട്ട് അയക്കുന്നത്. അപ്പോൾ അവർ പറ്റിച്ചു എന്നാണ് കർഷകർ അല്ലെങ്കിൽ വില്ലേജേഴ്സ് പറയുന്നത്. അപ്പോൾ വില്ലേജേഴ്സിൻ്റെ വിഷമങ്ങളാണ് ഇവിടെ പറയുന്നത്. So this poem is actually a dramatic monologue. Dramatic monologue means speaker is speaking, listener is silent. There is a silent listener in this poem. ഇതാര് വേണമെങ്കിൽ ആവാം, സൈലൻറ്റ് ലിസ്ണറാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൽ കർഷകർ അവരുടെ കാര്യങ്ങൾ പറയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞത് ലാസ്റ്റ് പാർട്ടിലോട്ടൊക്കെ വരുമ്പോൾ പോയിറ്റിൻ്റെ സ്റ്റാൻഡ് പറയുന്നുണ്ട്. സോ അവിടെ ഐ എന്ന് പറഞ്ഞിട്ടാണ് പറയുക. അപ്പോൾ ഐ എന്നുള്ളത് പോയിറ്റിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. സോ മോഷൻ പിക്ചേഴ്സിൽ, അതായത് ഹോളിവുഡ് ഫിലിംസ് അല്ലെങ്കിൽ മൂവിങ് പിക്ചേഴ്സ്, അതായത് ഫിലിംസിൽ ആ ഒരു ലക്ഷറിയസ് ലൈഫ് നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഇവരെങ്ങോട്ട് വന്നത്, സിറ്റിയിലോട്ട് വന്നത്. പക്ഷെ അതൊന്നും ഇവർക്ക് കിട്ടിയില്ല. സോ ഇവരുടെ ആ വിഷമമാണ് ഇത്രയും ലൈൻസിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് എങ്ങനെയാണ് ഈ വില്ലേജേഴ്സിനെ അവർ വന്ന് കൺവിൻസ് ചെയ്തത്, എങ്ങനെയൊക്കെ ഏത് തരത്തിലാണ് പറ്റിച്ചത്, അതുപോലെ തന്നെ ഹൗ ദ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ഭാഗത്ത് പറയാനായിട്ട് പോകുന്നത്.